ഉണ്ടാക്കുന്ന വാഴയ്ക്കാപ്പം എന്ന് പറയും, ചിലർ പറയും പഴംപൊരി. എന്തായാലും ഞാൻ 3-4 കായ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് 1/4 കപ്പ് ഗോതമ്പ് പൊടി, 1/4 കപ്പ് മൈദ, 1/4 കപ്പ് റവ, 1/4 കപ്പ് അരിപ്പൊടി. അപ്പോൾ എല്ലാം 1/4 കപ്പ് വീതമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു പഴത്തിൻ്റെ മധുരം അനുസരിച്ച് വേണമെങ്കിൽ ഇടാം, വേണമെങ്കിൽ ഇടണ്ട. പക്ഷേ ഞാനിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. ശകലം ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ എന്ന് പറയാം, അത്ര ഉപ്പ്. 1/4 തന്നെ വേണ്ട, അതിൽ കുറച്ച് മതി. പിന്നെ ഒരു ശകലം വനില എസൻസ്. നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എൻ്റെ കലക്കുന്നത് നീണ്ടു പോകാനും പാടില്ല. നമുക്കത് കായലിങ്ങനെ പിടിച്ചിരിക്കണം. അപ്പോൾ അതിനനുസരിച്ച് വേണം ചെയ്യാനായിട്ട്. കലക്കിയിട്ട് ഒരു 5 മിനിറ്റ് വെക്കാം. നമ്മൾ കലക്കി വെച്ചിട്ട് ഒരു 5 മിനിറ്റ്. ഒരു തരി മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ടിരുന്ന കളറിന്, പക്ഷേ അത്രയൊന്നും വന്നില്ല അത്. പിന്നെ വനില എസൻസ് ഇല്ലെങ്കിൽ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ജസ്റ്റ് ഞാൻ ചേർത്ത് കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. നമുക്കത് അപ്പം 3 എടുക്കുക. പഴം ഇത്ര ചെറിയതാണ്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ പകുതി മുറിച്ചിട്ടെടുക്കും. ഇപ്പം നമ്മൾ ആകെ 3 ആക്കിയിട്ട് കാണിക്കുന്നത്. അപ്പോൾ നമ്മളിതിനകത്ത് മാവിനകത്ത് ശരിക്കും നല്ലപോലെ ഇതിനെ മുക്കിയെടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഈ എണ്ണയിലേക്ക് നമ്മൾ വിട്ട് കൊടുക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്, അതിനകത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഒരു സൈഡ് മൂത്തവ് മറിച്ചിട്ട് കൊടുക്കാം. എണ്ണയിൽ നന്നായിട്ട് മുങ്ങി കിടക്കണം. അപ്പം അതനുസരിച്ച് എണ്ണ കുറച്ച് ഒഴിക്കണം ഇതിനകത്ത്. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സെറ്റ് റെഡി ആയിട്ടുണ്ട്. അതിപ്പം മൂത്തിട്ടുണ്ട്. നമുക്ക് എടുക്കാം. ഇങ്ങനെ ബാക്കിയും കൂടി അങ്ങനെ ഉണ്ടാക്കിയെടുക്കണം.
അപ്പോൾ നമ്മുടെ പഴംപൊരി അല്ലെങ്കിൽ വാഴയ്ക്കാപ്പം എന്ന് പറയും, ഇത് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ 4 കായാണ് എടുത്തത്. അപ്പോൾ അതിന് പ്രപ്പോർഷനായിട്ടാണ് 1/4 കപ്പ് വീതം എല്ലാം എടുത്തത്. പക്ഷേ ഇനി എടുക്കുമ്പോഴത്തേക്കും മാവുകളെല്ലാം ഗോതമ്പ് പൊടി ആയാലും മൈദ, റവ, അരിപ്പൊടി എല്ലാം 1:1:1:1 എന്നുള്ള പ്രപ്പോർഷനായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ നല്ല രസമുള്ള ഒരു വാഴയ്ക്കാപ്പം കിട്ടുന്നതായിരിക്കും. ഇതിനകത്ത് നമുക്ക് ബേക്കിംഗ് സോഡയോ മാവോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കുറച്ച് നേരം ഇരുന്നാലും ഇത് ക്രിസ്പി തന്നെ ആയിരിക്കത്തുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ എണ്ണയാണെങ്കിലും ഒട്ടും തന്നെ കുടിച്ചിട്ടില്ല. നമ്മൾ ഉപയോഗിച്ച എണ്ണ ഓൾമോസ്റ്റ് അത്രയും തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്ക്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഈ പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ നമുക്ക് ബൈ.